ഹായ് അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാ കൂട്ടുകാർക്കും റാഹത്തല്ലേ? പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി എല്ലാവരോടും ഞാൻ പറയുകയാണ്. അതിലുപരി എൻ്റെ ഈ ചാനൽ കാണുന്ന എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു 69ഓളം പേരുണ്ട്. പക്ഷെ അവർ ആരൊക്കെയാണെന്ന് അറിയില്ല. അവരോട് ഞാൻ എൻ്റെ വളരെ വളരെ നന്ദി ഞാൻ പറയുകയാണ്. പക്ഷെ അതിൽ 7 ആളെ പേര് ഈ ഫോണിൽ കാണുന്നുണ്ട്. ഒന്ന് ലല്ല വ്ളോഗ്, പിന്നെ 2 ദിവ്യ അൺഫിൽറ്റേഴ്സ്, 3 ധനൂസ് വ്ളോഗ്, 4 മിനി ജി, 5 നസീമ യാഹു, 6 ദീമ ആസിഫ്, 7 ഫെയർ സ്റ്റൈലീസ്. അങ്ങനെ 7 ആളെ പേര് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്തതിൽ കാണുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ അതിരറ്റ നന്ദി പറയുകയാണ്. അതിലുപരി എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരോടും എൻ്റെ വളരെ വളരെ നന്ദി ഞാൻ ആദ്യമായി പറയുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എനിക്കുണ്ടാവണം. അതാണ് എൻ്റെ വിജയം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ എപ്പോഴും ഉൾപ്പെടുത്തണം. പക്ഷെ ആരാണ് എവരാണെന്നൊന്നും അറിയില്ല. ആരെങ്കിലുമൊക്കെ ഇത് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വിട്ടാലല്ലേ അറിയുള്ളൂ ആരാണ് എവരാണെന്നൊക്കെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ ലൈവായിട്ട് വരണമെന്ന് വിചാരിക്കുന്നത് ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവട്ടെ എന്നുള്ള ഇതിലാണ്. പിന്നെ ആണെങ്കിൽ ശരീരത്തിനാണെന്നുണ്ടെങ്കിൽ അതും സുഖമില്ല സംസാരിക്കാൻ. ഇത് ഞാൻ ഒരു 4 ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഈ ലോങ് വീഡിയോ ഇടണം എന്നുള്ളതിൽ. അപ്പോൾ ചുമ, പനി, കഫക്കെട്ടൊക്കെ ജലദോഷമൊക്കെ ആയ കാരണം തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയും വൈകിയത്. അപ്പോൾ ചാനലിൻ്റെ പേരാണെങ്കിൽ അത് മാറ്റിയിരിക്കണം. ആദ്യത്തെ ഫാത്തീസ് കുക്കിംഗ് എന്നതിന് ഇപ്പം മലബാർ കുക്കിംഗ് എന്ന് ആക്കിയിരിക്കണം. പക്ഷെ അത് കാരണം ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ചോറ്, ഇതൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പോൾ ആരും വ്ളോഗ് ഇതായ കാരണമാകും, നമ്മളെ ചാനൽ മാറിയ കാരണമാകും ആരും അത് നോക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലല്ല അത് അറിയുള്ളൂ. ഇപ്പം ആകെ 2-3 ആളുകളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം. പിന്നെ ചാനൽ മാറ്റിയ വിവരം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പറയണമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് പിന്നെ പനി ഇതൊക്കെ വന്നപ്പോൾ പിന്നെ തീരെ സുഖമില്ലായിരുന്നു. ഇതന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ശ്വാസമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇത്രയും ഞാൻ എത്തും എന്നുള്ളത് കരുതിയിട്ടില്ല സബ്സ്ക്രൈബ്. പക്ഷെ ആ 45 വരെ എങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ അന്നാൾ ഞാൻ ആ ലോങ് വീഡിയോ ഇട്ടപ്പോഴാണ് ഇത് പിന്നെ അങ്ങനെ 70 വരെ എത്തിയത്. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും അത് ഞാൻ കൂടുതൽ പറയാത്തത് ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ്. ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ അത് ബീഫ് ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ പൊരിച്ചതും, പിന്നെ അതിൻ്റെ തലേന്നത്തെ മോളെ സ്കൂളിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സദ്യ ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ അവിയലും ഇത് ഓലനും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മറ്റേ വേറെ കിച്ചടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ പെട്ടിട്ടില്ല. പക്ഷെ കുട്ടിക്ക് അന്ന് സുഖമില്ല, എന്തൊക്കെ ഒരു വാശി കാരണം പിന്നെ ഓൾ അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് ഒറ്റക്കാണെങ്കിൽ വീഡിയോ എടുത്താലും ഈ പണിയെടുക്കുന്നതിൽ അതും ശരിയാവില്ല. അങ്ങനെ അതൊക്കെ പാടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ അവിയൽ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും ഇപ്പോൾ അറിയണതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിമേൽക്കൊന്നും ഞാൻ നിൽക്കാത്തത്. അപ്പോൾ ഞാൻ 4 വരി ഒരു റസൂലിനെ പറ്റിയിട്ടൊരു പാട്ട് ഒന്ന് പാടണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഒന്ന് പാടി നോക്കട്ടെ. പക്ഷെ
റസൂലേ 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 സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപാലകൻ മണ്ണിൽ മാനവർക്കായെന്നും ഏകിയ അൽ അമീനെ സുഗന്ധം വീശിയ യാ നബിയേ റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ ആദിയിൽ അല്ലാഹു സൃഷ്ടിച്ച നൂറേ ആദിയിൽ അല്ലാഹു സൃഷ്ടിച്ച നൂറേ ആമിന ബീവിക്ക് ഓമന പൂമകൻ മക്കത്തുദിച്ചവരെ നബിയെ അന്ത്യപ്രവാചകരെ റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ ഇത് കിട്ടാനോ ഇതിനൊന്നുമല്ല. പക്ഷേ ഇത് എല്ലാവരും വീഡിയോ അതൊക്കെ കാണുന്നതാണ്. പക്ഷേ ഞാനിത് ഒരു ചടപ്പ് വരണ്ടെന്നുള്ളതിൽ ഞാൻ അങ്ങനെ ഒന്ന് പാടി നോക്കിയതാണ്. ഇത് മൗലിദ് മാസമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇത് ഒരു 35 വർഷം മുമ്പ് സ്കൂളിൽ മദ്രസയിലൊക്കെ ഒരുപാട് തവണ മാപ്പിളപ്പാട്ടായിട്ടും ഖുർആൻ മത്സരമായിട്ടും കിസ്സായിട്ടും പിന്നെ സ്കൂളിലാണെങ്കിൽ ഇത് നോവലൊക്കെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ടൊക്കെ ഒരുപാട് ആഗസ്റ്റ് 15-നൊക്കെ സ്കൂളിൽ ഒരുപാട് സമ്മാനം കിട്ടിയിരിക്കണം. അതേപോലെ മദ്രസയിലും ഓരോ ഇതിനൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയിരിക്കണം. ഇപ്പോൾ അതൊരിപ്പോൾ ഒരു 35 വർഷമൊക്കെ കഴിഞ്ഞു അന്നത്തെ കാലം. പക്ഷെ അന്നത്തെ കാലമല്ലല്ലോ ഇന്ന്. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നും, പഠിച്ചവൻ ആ ചെറുപ്രായമായാൽ മതിയായിരുന്നു എന്നും ഇപ്പോഴത്തതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ തോന്നും മനസ്സിന്. അപ്പം അങ്ങനെ അല്ലാതെ ഞാനിപ്പോൾ ഇതിലപ്പം നിങ്ങൾ ചോദിക്കും ഇതിൽ പാടാനിപ്പോൾ നിങ്ങൾക്ക് പാടണമെങ്കിൽ വേറെ പോയി പാടിക്കൂടാന്ന്. പക്ഷെ അങ്ങനെ ഇത് തോന്നിയതാണ്, നല്ലൊരു മാസമല്ല. അപ്പം അങ്ങനെ ഒരു 4 വരി പാടിയതാണ്. 4 വരിയല്ല, 4 വരി ഇപ്പോൾ 8 വരിയായി. ഇനി ഉണ്ട് അതിൽ. ഞാൻ പിന്നെ അത് നിർത്തിയതാണ് ശ്വാസം കിട്ടാത്തതുപോലെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? അപ്പം നിങ്ങൾ ഇപ്പോൾ ചോറിൻ്റെതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതും പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോണ തിരക്കും ഒക്കെപ്പാടായിരുന്നു അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ. അതായിരുന്നു കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ ഒന്നും കാണുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോഴോ അത് തീരെ ക്ലിയറായി കിട്ടുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇടണത് എന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിയിരിക്കുകയാണ്. പക്ഷേ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. പക്ഷെ അവരിപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോൾ ഓളാണ്ട് വീട്ടിലേക്ക് പോയിക്കണ്. അവർക്ക് ഇപ്പോഴല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് അവധി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയല്ലേ ഉള്ളൂ. പക്ഷേ ഓൾക്ക് അടുത്താണ്. എന്നാലും വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരാം. പക്ഷേ വീട്ടിൽ ഓളെ താത്തി എല്ലാവരും വന്നപ്പോൾ പിന്നെ അത് നമ്മൾ പാവമല്ല, നമ്മളെ വീട്ടിൽ ആളില്ലാച്ചിട്ട് പിടിച്ചിരുത്തൽ. അപ്പോൾ അങ്ങനെ ഇന്നലെ പോയതാണ്. ഓളുണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ആളായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ എടുത്താലും ഒറ്റയ്ക്ക് ശരിയാവണില്ല. ഞാൻ മോനോട് പറഞ്ഞിരുന്നു, ഉമ്മമ്മക്ക് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് തന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനൊരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് തരാം, അതിന്മേൽ ഫോണ് വെച്ചിട്ട് ഇതെടുത്താൽ മതി, ഉമ്മമ്മ വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് ഓൾക്ക് ഇലയിൽ പൊതിച്ചോറ് തിന്നണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറ് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മ ആ ഇത് കെട്ടിയിട്ട് എനിക്ക് തന്നേക്കിന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ ചോറ് ഞാനത് കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ഓൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിന്നുമ്പോഴേക്ക് ഒരു 5 മിനിറ്റ് അതിൽ ഇരുന്നോട്ട് ചിലപ്പോൾ ഓളുണ്ടാക്കി വന്നിട്ടാണ് ഇതിനോട് കെട്ടാൻ പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ കെട്ടി വെക്കാമെന്നും പറഞ്ഞ്. എന്നും ഇങ്ങനെ പറയുമോ ഒരു പൊതിച്ചോറ് തിന്നായിരുന്നു സ്കൂളിലൊക്കെ പോകണം. അവൻ ഞാൻ ഓളോട് പറയുന്ന ജോലിക്ക് പോയിക്കൂടെ എന്നാൽ പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കി കെട്ടി തന്നിരുന്നല്ലോ എന്ന് ഞാൻ തമാശക്ക് ഇങ്ങനെ പറയും ഓളോട്. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹമല്ല പൊതിച്ചോറ് തിന്നണ. അപ്പോൾ അങ്ങനെ ആ പൊതിച്ചോറ് കെട്ടിക്കൊടുത്തതാണ് ഓൾക്ക്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഇപ്പം മഴയൊക്കെ മാറി, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങുന്നുണ്ട്.